ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ദേവേനിയുടെ അമ്മ ആനന്ദപുരിയിൽ എത്തുകയാണ്. ദേവേനിയുടെ അമ്മയുടെ ഒരു മാസ് എൻട്രി ആണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവേനിയുടെ അമ്മയുടെ കാർ ഗേറ്റിന്റെ അടുത്ത് വന്നെടുക്കുന്ന കേട്ടോ. കാർ അവിടെ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴോ ഈ വാച്ച്മാൻ ഒന്ന് ചെറുതായിട്ട് മയങ്ങി പോവാട്ടോ. അയാൾ ഗേറ്റ് ഓപ്പൺ ആക്കാത്ത കണ്ടിട്ട് ദേവേനയുടെ അമ്മയ്ക്ക് ദേഷ്യം പിടിക്കാട്ടോ. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, പ്രശാന്തേ നീ ഒന്ന് ഇറങ്ങി നോക്കിയേ, അയാൾ എന്തെടുക്കുവാണെന്ന്. പ്രശാന്ത് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തന്നെ ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അയാൾ ഓടിപ്പോയിട്ട് ഗേറ്റ് തുറക്കുന്നുണ്ട്. അപ്പൊ ദേവേനയുടെ അമ്മ പറയുന്നുണ്ട്, എടോ താൻ ഇത്ര നേരം എവിടെയായിരുന്നു? അത് സോറി മാഡം, താൻ ഇന്നലെ കിടന്നുറങ്ങിയില്ലേ? അല്ല, ഇനി നീ തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്? അല്ല മാഡം, ഞാൻ പകല് മാത്രം. പിന്നെന്താടാ തനിക്ക് ഗേറ്റ് തുറക്കാൻ ഇത്ര പ്രയാസം? അത് സോറി മാഡം, ഇനി ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാ മതി. പ്രശാന്തേ താൻ എന്ത് നോക്കിക്ക, വണ്ടി എടുക്ക്. ശരി മാഡം. ഇതും പറഞ്ഞ് അയാൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവേനയുടെ അമ്മയുടെ ഒരു മാസ് എൻട്രി ആണ് കേട്ടോ. നല്ല ടിപ് ടോപ്പിലാണ് കേട്ടോ ദേവേനയുടെ അമ്മയുടെ എൻട്രി. കണ്ടാൽ തന്നെ ഒരു VIP ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് അഹങ്കാരത്തോടൊക്കെ കൂടി അനന്തപുരിന്റെ പടികൾ കയറുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ അനാമികയാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ കാണുന്നത് അനാമികയാണ്. അവളെ കണ്ടപ്പോ തന്നെ ദേവേനയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് കരുതുന്നുണ്ട്. എന്റെ കൊച്ചുമക്കൻ ആദർശി ഇവളെയാണ് ഒരു പാഠം പഠിപ്പിക്കാൻ പറഞ്ഞത്. എന്റെ മോള് റാണിയെ പോലെ വെച്ചിരിക്കുന്നവളാ, എങ്ങനെയാന്നൊന്ന് നോക്കട്ടെ. അപ്പൊ തന്നെ അനാമിക ദേവേനയുടെ അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആരാ? ഇയാൾ ആരാണാവോ? അത് നല്ല ചോദ്യമാണല്ലോ. ഞാൻ ആരാണെന്ന് അറിയാതെയാണോ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്? ഓ, അപ്പൊ നീ എവിടെ പോവാണെങ്കിലും അവിടെ ഉള്ളവരൊക്കെ കണക്കെടുത്തിട്ടാണ് പോവാറ് അല്ലേ? ദേ, ഇതെന്റെ ഭർത്താവിന്റെ വീടാ. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളോട് എന്നെ ഓരോന്ന് പറയുന്നു. ആഹാ, ഇത് മോളുടെ ഭർത്താവിന്റെ വീടാണോ? ഷോ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഓ, കളിയാക്കുവാണല്ലേ നിങ്ങൾ? അത് മനസ്സിലായില്ലേ ഇതുവരേക്കും? അതേസമയം തന്നെ അങ്ങോട്ട് ഡ്രൈവർ പ്രശാന്ത് വരുന്നുണ്ട് കേട്ടോ. മാഡം, ഈ ലഗേജ് ഒക്കെ എവിടെയാ വെക്കേണ്ടത്? ലഗേജ് ഒക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചേക്ക് പ്രശാന്തേ. ദേ, ഇവള് തന്നെ എന്റെ മുറിയിൽ കൊണ്ട് വെച്ചോളൂ. അപ്പൊ അനാമയെ ചോദിക്കുന്നുണ്ട്, ഞാനോ? ഞാൻ എന്തിനാ നിങ്ങളുടെ ലഗേജ് ഒക്കെ എടുക്കേണ്ട ആവശ്യം? നിങ്ങൾ ആരാ? ഡി, അധികം വിളച്ചിലെടുക്കാതെ ആ ലഗേജ് എടുത്ത് മോളിൽ കൊണ്ട് വെക്ക്. അപ്പൊ തന്നെ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഷടാ ഇവരാരാന്ന് പിടികിട്ടുന്നില്ലല്ലോ. ഇനി ഈ തള്ള ഇവിടുത്തെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ? എന്താടി ആലോചിക്കുന്നേ? പറഞ്ഞേ കേട്ടില്ലേ? ഈ ലഗേജ് എടുത്ത് എന്റെ മുറിയിൽ കൊണ്ട് വെക്ക്. ഓ, ശല്യം നിന്റെ. ഞാൻ പറയുന്നില്ല, വന്ന് കയറിയിട്ടേ ഉള്ളൂ. അയ്യോ, ഈ കിളവി ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തൊരു ചെവിയാ. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ പിന്നെ നോക്കിക്കാതെ അത് കൊണ്ടുവെക്ക്. അങ്ങനെ അനാമിക ഓരോന്നായി എടുത്തിട്ട് ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവെക്കാൻ പോവാട്ടോ. അപ്പോൾ ദേവേനയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇവള് കരുതുന്ന പോലെ ഒന്നല്ല. ആദർശമോൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിഷപ്പാമ്പ് തന്നെയാ. ഇവളേക്കാണല്ലോ ഈ കുടുംബത്തിന് മരുമകളായി കിട്ടിയത്. ഇനി എന്റെ മോൾ എവിടാണോ ആവോ, അവക്കൊണ്ടൊരു മരുമകൾ. ഇനി അതെങ്ങനാണാവോ? അങ്ങനെ അനാമിക ഡ്രസ്സും ചുമന്ന് മുകളിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ട്, മോളെ ഇതൊക്കെ എന്താ? അത് വലിയ ഒരു കിളവി. എന്താ? അല്ല, അവിടെ താഴെ ആരോ വന്നിട്ടുണ്ട്. ആരാന്നറിയില്ല. ആരോ വന്നു എന്നോട് ഈ ലഗേജൊക്കെ ദേഷ്യം പിടിച്ച് മോള് കൊണ്ടുവെക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവിയന് സ്റ്റെയർ കേസിന് താഴോട്ട് നോക്കുന്നുണ്ടോ. അയ്യോ അമ്മ. അപ്പൊ അനാമയെ ചോദിക്കുന്നുണ്ട്, വല്യമ്മേ ആരുടെ അമ്മ? അതെ എന്റെ അമ്മയാ. വല്യമ്മയുടെ അമ്മയാണോ? അതെ എന്റെ അമ്മയാ. വാ മോളെ. മോളെ ഒന്നും അമ്മ കണ്ടിട്ടില്ല. അമ്മ വിദേശത്തല്ലായിരുന്നോ? ഞാൻ പരിചയപ്പെട്ടു. ഇനി വല്യമ്മ പൊക്കോ, ഞാൻ ഈ ലഗേജ് വെച്ചിട്ട് വന്നോളാം. ശരി. അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഈശ്വര ഞാൻ എന്തൊക്കെയാ അപ്പൊ അവരോട് പറഞ്ഞിട്ട് വന്നേ. ഇനി അത് വല്ലതും വല്യമ്മയോട് പറയോ ആവോ. ഇനി കാണിക്കുന്നത് ദേവേനയുടെ അമ്മയാണ് കേട്ടോ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, എന്റെ അമ്മ വരുമെന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. എന്റെ മോള് അമ്മയൊരാളുള്ള കാര്യം മറന്നല്ലോ. ഇല്ലായിരുന്നെങ്കിൽ എന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നല്ലോ. അമ്മ, ഇവിടുത്തെ കല്യാണ തിരക്കും ഇടയ്ക്ക് മലക്ക് പോകുന്ന തിരക്കുമൊക്കെ ആയിരുന്നു. എന്നാലും ജയൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ട്. നീ അങ്ങോട്ട് വരാത്തത്. പിന്നെ എന്റെ കൊച്ചുമോന് ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണും. അമ്മ വന്ന കാലം നിൽക്കാതിരിക്കി. അതേസമയം നയന അങ്ങോട്ട് വരിക കേട്ടോ. അപ്പൊ തന്നെ ദേവേനി പറയുന്നുണ്ട്, അമ്മേ ഇതാണമ്മേ ആ വിഷവിത്ത്, എന്റെ മരുമകൾ. ദേവേനയുടെ അമ്മയ്ക്ക് നയനയുടെ മുഖത്തോട്ട് നോക്കിയപ്പോ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമൊക്കെ തോന്നുകയാണ് കേട്ടോ. ദേവേനയുടെ അമ്മ കണ്ടപ്പോ തന്നെ നയന ഒന്ന് ചിരിക്കുന്നുണ്ടേ. നയന അല്ലേ? അതെ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ഇതെന്റെ അമ്മയാ, ആദർശിന്റെ മുത്തശ്ശി. അയ്യോ മുത്തശ്ശി, എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി. ഇതും പറഞ്ഞ് നയന മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോ തന്നെ മുത്തശ്ശിക്ക് വല്ലാണ്ട് സന്തോഷാവുകയാണ് കേട്ടോ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ അവളുടെ അടവാണമ്മേ. ഒരാളെ എങ്ങനെ ചാക്കിലാക്കാം അതൊക്കെ അവക്കറിയാം. അമ്മ ഇതിലൊന്നും വീഴാൻ നിൽക്കല്ലേ. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. അതിന് നീ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു തവണ ആദർശേട്ടൻ ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാ മുത്തശ്ശിയെ കാണാൻ വരാഞ്ഞത്. ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഇടയ്ക്കെന്നെ ആദർശ് കാണാൻ വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതാ ഒരു ദിവസം നിന്നെയും കൂടി കൂട്ടി വരണമെന്ന്.
എന്താണെന്നറിയില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതല്ലേ കാറിൽ, കാലിന് നല്ല നീര് വെച്ചേക്കുന്നു. എവിടെ നോക്കട്ടെ, ഇതും പറഞ്ഞ് നയന കാല് നോക്കുകയാണ് കേട്ടോ. ആഹാ, ഇത്രയേ ഉള്ളൂ, ഇത് നീരൊന്നുമല്ല മുത്തശ്ശി, കാല് മടങ്ങിയിരുന്നതിൻ്റെതാ, ഇത് നന്നായിട്ടൊന്ന് കുഴമ്പിട്ടാ തീരാവുന്നതേ ഉള്ളൂ. അപ്പൊ ദേവേന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ശിവൾ അമ്മയെ തന്നെ ഇങ്ങനെ മയക്കി എടുക്കുവാണല്ലോ, എങ്ങനെയാണെങ്കിൽ അമ്മ അവളുടെ വലയിൽ വീഴും. ദേവയാനി, നിന്റെ മരുമകൾ കൊള്ളാലോ, നീയല്ല അതും ഇതൊക്കെ പറയാറ് എന്നോട് വിളിച്ചിട്ട്. എന്റെ പൊന്നമ്മേ, ഇതൊക്കെ അടവാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, ഞാൻ നീരാണെന്ന് പറഞ്ഞത് വെറുതെയാ, കാലിന് വേദന തന്നെയാ. നിന്റെ മരുമകൾ അത് ഒറ്റയടിക്കാ പിടിച്ചെടുത്തത്. അപ്പൊ നയന പറയുന്നുണ്ട്, മുത്തശ്ശി ഇത്രയും ദൂരം വന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുത്തശ്ശിക്ക് ചായയോ കാപ്പിയോ വേണ്ടത്? മോക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. ശരി മുത്തശ്ശി, ചായ ഇട്ടോണ്ട് വന്നിട്ട് കുഴമ്പിട്ട് തടവി തരാം. ആ ആയിക്കോട്ടെ. അങ്ങനെ നയന അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനയുടെ അമ്മ പറയുന്നുണ്ട്, ദേവയാനി, നീയല്ലേ പറയാറ് നിന്റെ മരുമകൾ ഒന്നിനും കൊള്ളാത്തവളാണെന്ന്, അഹങ്കാരിയാണെന്നൊക്കെ. സത്യം പറയലോ, കണ്ടിട്ട് തന്നെ ആ മുഖത്ത് ഐശ്വര്യം എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. മാത്രമല്ല, ആ കുട്ടി നല്ല തൻ്റെയുള്ള കുട്ടിയാ. ദേ, അമ്മയെ വന്നപ്പോൾ തന്നെ അവൾ കയ്യിലെടുത്തില്ലേ, എനിക്ക് ഉറപ്പായിരുന്നു ഇത് അമ്മ എൻ്റെ കൂടെ നിൽക്കില്ലാന്ന്. ഹാ, എന്താ ദേവിയാനി ഇത്, കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കട്ടെ, അവളെ പതിയെ പതിയെ മനസ്സിലാക്കട്ടെ. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് രീതിയിൽ നീങ്ങും. അതമ്മയ്ക്ക് എന്തായാലും പതിയെ മനസ്സിലാവും. ഹാ, മനസ്സിലാവുമല്ലോ, അപ്പം നോക്കാം നമുക്ക്. അതേസമയം തന്നെ വസുന്ധര മുത്തശ്ശി അങ്ങോട്ട് വരാട്ടോ. ആഹാ, ഇതിപ്പോ ആരാ വന്നിരിക്കുന്നത്? ദേവ്യാനിയുടെ അമ്മയോ? ആഹാ, വസുന്ധരാമയ്ക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാട്ടോ. അയ്യോ, ഇപ്പൊ പഴയ പോലെയുള്ള ആരോഗ്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ അല്ലേ ദേവ്യാനിയുടെ അമ്മ അവിടെ വരാറുള്ളൂ. അത് ശരിയാ, എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടൂ. എന്തായാലും അനന്തപുരിക്കാരൊക്കെ കണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാലോ എന്ന് കരുതി വന്നതാ ഞാൻ. പ്രത്യേകിച്ച് മൂർത്തി സാറെ ഒന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇല്ല വസുന്ധരമേ? ഇല്ല, അദ്ദേഹം പുറത്തേക്ക് പോയതാ. ആ, വന്നോട്ടെ, സമയമുണ്ടല്ലോ. എന്തൊക്കെയാ പിന്നെ, അവിടെ സുഖം തന്നെയല്ലേ? എനിക്ക് പരമസുഖം. ഇടയ്ക്കൊക്കെ മോളുടെ വിവരം അന്വേഷിക്കണമല്ലോ. പിന്നെ ഇവിടുത്തെ വിശേഷമൊക്കെ ദേവയാനി വിളിക്കും എന്നോട് പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ ആദർശം പറയും. അങ്ങനെ പിന്നെ അവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നയന ഉണ്ടാക്കിയ പലഹാരങ്ങളെല്ലാം ടേബിളിന്റെ പുറത്ത് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശി ടേബിളിന്റെ അടുത്തെത്തിയപ്പോൾ പറയുന്നുണ്ട്, ആഹാ, ഇതെന്തൊക്കെ തരം വിഭവങ്ങളാ, ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അപ്പൊ നയന പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, എനിക്കിങ്ങനെ എണ്ണക്കടികളൊന്നും കഴിക്കാൻ പറ്റില്ല, എന്നാലും സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നതല്ലേ. ജയനും ആദർശമൊക്കെ പറയാറുണ്ട് നയനമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദാണെന്ന്, കഴിച്ചു നോക്കാലോ. അങ്ങനെ മുത്തശ്ശി അതിൽ നിന്നൊരു ഉണ്ണിയപ്പെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല കൈപ്പുണ്യുള്ള കൊച്ചാ. അപ്പോൾ തന്നെ അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓ, തള്ള വന്ന് കയറിയപ്പോൾ തന്നെ അവളെ അഭിനന്ദിക്കുക. എന്നോട് എന്തൊരു ഹാഷായിട്ടാ പെരുമാറിയത്, അവളോട് അങ്ങനെയൊന്നുമല്ല. അനാമികയെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി നയനയോട് പറയുന്നുണ്ട്, നയനെ, നീ നേരത്തെ കുഴമ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നു, അതെടുത്തോണ്ട് വന്നേ. ഇപ്പം എടുക്കാം മുത്തശ്ശി. അങ്ങനെ നയന കുഴമ്പെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കുഴമ്പിട്ട് നന്നായിട്ടൊന്ന് കാല് തിരുമ്പി തരണം. അപ്പം അനാമിക ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാട്ടോ. അതിനെന്താ മുത്തശ്ശി, ഞാൻ തിരുമ്പി തരാലോ. ആ, നല്ലൊരാളെ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. അപ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ തിരുമ്പി തരാം. വേണ്ട, ഇവിടെ ഒരാളത് ഏറ്റെടുത്തിക്കുക, അതങ്ങ് കൊടുത്തേ. അയ്യോ, ഇവള് മുമ്പ് ഏറ്റെടുത്തിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയേണ്ടിയില്ലായിരുന്നു എന്നിങ്ങനെ അനാമിക മനസ്സിൽ കരുതുക കേട്ടോ. അങ്ങനെ ദേവ്യാനിയുടെ അമ്മ അനാമികയ്ക്ക് ഓരോരോ പണിയായിട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. മരുമകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കണ്ടിട്ട് ജാനകിക്ക് ദേഷ്യം വരാട്ടോ. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.